എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു വിഷയം പഠിക്കാനാണ് എത്തിയിരിക്കുന്നത്. അബണ്ടൻസ് കോഡ്. എന്താണ് അബണ്ടൻസ്? അബണ്ടൻസ് എന്നത് സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. സമൃദ്ധി ഉയർച്ചയോ സ്വപ്നങ്ങളോ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒഴുകുന്നതാണ്. അനന്തമായ സൗഹൃദം, അനന്തമായ ഐശ്വര്യം, അനന്തമായ പ്രണയം, അനന്തമായ ആരോഗ്യവും സന്തോഷവും, ഇതെല്ലാം അബണ്ടൻസിൻ്റെ ഭാഗങ്ങളാണ്. പലരും അബണ്ടൻസ് എന്നത് പണം മാത്രമാണെന്ന് കരുതുന്നു. അതല്ല, പണം അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അസൽ സമൃദ്ധി അതിലും കൂടുതലാണ്. അബണ്ടൻസ് കോഡ് ഒരു രഹസ്യമാണ്. എന്നാൽ അത് രഹസ്യമെന്ന് പറയുമ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ അത് തന്നെ ദഹിച്ച് കിടക്കുകയാണ്. നമുക്കത് അനാവരണം ചെയ്യാൻ മാത്രമാണ് ബാക്കിയുള്ളത്. നാം ജനിച്ചപ്പോൾ സമൃദ്ധിയുടെ അവകാശികളായാണ് നമ്മൾ ലോകത്തെത്തിയത്. പക്ഷേ വളരുന്നതിനിടയിൽ നമുക്ക് കുറച്ച് തെറ്റായ വിശ്വാസങ്ങൾ മനസ്സിൽ പതിച്ചു. പണം കിട്ടാൻ കഷ്ടപ്പെടണം, എല്ലാം എല്ലാവർക്കും കിട്ടില്ല, ഭാഗ്യമില്ലെങ്കിൽ നീ വിജയിക്കില്ല, ഇതുപോലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ്. ഇത് നമ്മളും അങ്ങ് വിശ്വസിച്ചു തുടങ്ങി. അതിനാൽ സമൃദ്ധി നമ്മിൽ നിന്ന് അകന്നു നിന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയാനാണ് വരുന്നത്, നിങ്ങൾക്ക് അബണ്ടൻസ് കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിലുള്ള സമൃദ്ധി വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിയും. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് മാറ്റണം. എന്താണ് ലിമിറ്റിംഗ് ബിലീഫ്സ്? നമുക്ക് മുന്നേറിയേക്കാമെന്ന വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്ന അചേതന വിശ്വാസം. അതിനെ ആദ്യം വേണ്ടത് അതിനെ മാറ്റാനാണ് പഠിക്കേണ്ടത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആദരവോടെ അതിന് ഉത്തരങ്ങൾ തേടുക. ചോദ്യം നമ്പർ 1, നിങ്ങൾക്ക് ധനസമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 2, നിങ്ങൾക്ക് സൗഹൃദം, പ്രണയം, ആരോഗ്യം എല്ലാം ഒരുമിച്ച് ലഭിക്കാൻ കഴിയുമോ? ചോദ്യം നമ്പർ 3, നിങ്ങളുടെ ജീവിതം അനന്തമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കാൻ കഴിയുമോ? ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അതെ എന്ന് ആത്മാവിൻ്റെ ആഴത്തിൽ ഉത്തരം പറഞ്ഞു തുടങ്ങിയാൽ അതാണ് ആദ്യം അബണ്ടൻസ് കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന സൂചന. ഇനി നാം നോക്കാം എങ്ങനെയാണ് അബണ്ടൻസ് കോഡ് പ്രാക്ടിക്കലായി ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുക. നന്ദി പറയുക. നമുക്കിപ്പോൾ ഉള്ളതിന് നന്ദി പറയുക. ഏത് ചെറിയ കാര്യം പറയുക. നമുക്കിപ്പോൾ ഉള്ളതിന് ദീപമായി നന്ദി പ്രകടിപ്പിക്കുക. ഏത് ചെറിയ കാര്യമാണെങ്കിലും നന്ദി എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടതാണ്. അത് കൂടുതൽ വാതിലുകൾ സഹായിക്കും. രണ്ടാമത്, വിഷ്വലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധി മനസ്സിൽ വീക്ഷിക്കുക, ദൃശ്യരൂപത്തിൽ കാണുക, പലതവണ ദിനം പ്രതി അതിൽ ലയിക്കുക. മൂന്നാമതായി, പോസിറ്റീവ് അഫർമേഷൻ. നല്ല വാക്കുകൾ പറയുക. ഞാൻ സമൃദ്ധിയാണ്, എൻ്റെ പണം ദിനം പ്രതി വളരുന്നു, എനിക്ക് ഏറ്റവും മികച്ചതൊക്കെ വരുന്നു. നാലാമതായി, വൈബ്രേഷണൽ അലൈൻമെൻറ്റ്. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ തീവ്രതയ്ക്ക് അനുയോജ്യമായ ആവേശം നിലനിർത്തുക. സന്തോഷം, നന്ദി, വിശ്വാസം, ഇത് ഉയർന്ന വൈബ്രേഷനിൽ തന്നെ തുടരുക. അഞ്ചാമതായി, ഇൻസ്പയർഡ് ആക്ഷൻ. നമുക്ക് ലഭിക്കുന്ന ഇൻറ്റ്യൂഷൻ നിർദ്ദേശങ്ങളെ അനുസരിച്ച് ചെറിയ ചെറിയ കാൽവയ്പ്പുകൾ സ്വീകരിക്കുക. അനാവശ്യമായ കഷ്ടപ്പാടല്ല, പകരം പാഠം കേട്ട് മുന്നോട്ട് പോവുക. ഇതൊക്കെ ചേർന്നാൽ നിങ്ങളുടെ ഉള്ളിലെ അബണ്ടൻസ് കോഡ് ഉണരാൻ തുടങ്ങി. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു രഹസ്യം, ഗിവിങ് ആൻഡ് റിസീവിങ്. നാം നൽകുമ്പോൾ അതിൽ നിന്ന് അനന്തമായി ലഭിക്കും. കൂടുതൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആശംസകൾ കൊടുക്കുക, സ്നേഹം നൽകുക, സഹായം നൽകുക. ഗിവിങ് ആക്ടിവേറ്റ്സ് റിസീവിങ്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ അബണ്ടൻസ് എക്സസൈസ് പഠിക്കാം. എക്സസൈസ് 1, ദിവസത്തിൽ 1 പേർക്കെങ്കിലും പകർന്നു പറയുക, നിന്റെ ജീവിതം സമൃദ്ധിയാകട്ടെ. എക്സസൈസ് 2, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ തുടങ്ങുക. ഓരോ ദിവസവും കുറഞ്ഞത് 5 കാര്യങ്ങൾ എഴുതുക. ഇന്ന് ഞാൻ ഇതിന് നന്ദി പറയുന്നു. എക്സസൈസ് 3, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെങ്കിലും അതിനെ സ്നേഹിക്കുക. നിങ്ങൾക്കിപ്പോൾ ഉള്ളതിനെ ആഘോഷിക്കുക. എക്സസൈസ് 4, ദിവസം 5 മിനിറ്റ് നിശബ്ദമായി ഇരുന്ന് അബണ്ടൻസിനെ അനുഭവിക്കുക. പണം, സൗഹൃദം, ആരോഗ്യം, സന്തോഷം എല്ലാം നിങ്ങളുടെ ചുറ്റും ഒഴുകുന്നുണ്ടെന്ന് അനുഭവിക്കുക. എക്സസൈസ് 5, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക. ഇതിനായി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായി അബണ്ടൻസ് അഫർമേഷൻസ് ചെയ്യുക. താങ്ക് യു.